റിപ്പോർട്ടറിന്റെ തത്സമയ സംപ്രേഷണം 114 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. വലിയ ഇടവേളകളൊന്നുമില്ലാതെ പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ ഒരു തരത്തിലുള്ള മാറ്റവുമില്ലാതെ ഒരു തരത്തിലുള്ള മായവുമില്ലാതെയാണ് നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്. ഒരു അപേക്ഷ കൂടി നമുക്ക് ഈ പ്രേക്ഷകരോടുള്ളത്, തീർച്ചയായും നിങ്ങൾ ഇതിനോടുള്ള താല്പര്യം രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ അർജുന്റെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ചേർന്നുകൊണ്ട് അവരിൽ ഒരാളായ അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇതിലെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കൗതുകം മാത്രമായിരിക്കും. രണ്ടാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യണം, അർജുന്റെ കുടുംബത്തെ ഒരു തരത്തിലും ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഒരു തരത്തിലുള്ള കമന്റ് ഉപയോഗിച്ച് വേദനിപ്പിക്കാതിരിക്കുക. കാരണം ആ കുടുംബം എന്നോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം, അവിടെ അവർ അമ്മ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അവർ നേരിട്ട ഒരു സൈബർ ബുള്ളിങ് ഉണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന്. അത് വളരെ വേദനിപ്പിച്ചതാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് നമുക്ക് വേണ്ടിവരുന്ന ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ കുടുംബത്തിനൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം കുടുംബം പങ്കുവച്ചിരുന്നു. ആർമിയിലെ നേവിയെയും അവർക്ക് പൂർണ്ണ വിശ്വാസമാണ്, ആ സിസ്റ്റത്തെ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിനെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമന്റോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. നമ്മൾ ആ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ടാണ് അർജുന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇത്രയും വലിയ എഫേർട്ട് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ എടുക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് 114 മണിക്കൂറുകളായി റിപ്പോർട്ടർ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഇടവേളകളില്ലാതെയാണ് റിപ്പോർട്ടർ TV ഈ എഫേർട്ടിന് ഒപ്പം, ഈ കുടുംബത്തോടൊപ്പം, ഈ നാടിനോടൊപ്പം, ഒപ്പം തന്നെ ഈ സംവിധാനത്തോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായും സിസ്റ്റത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഇഞ്ച് പോലും നമ്മൾ അവിടെ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വിവരങ്ങളും ആധികാരികമായിട്ടുള്ള കാര്യങ്ങളും ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം റിപ്പോർട്ടറിൽ മാത്രം പ്രേക്ഷകർക്ക് ലഭ്യമാവുന്നതും അതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ യാത്ര തുടരുകയാണ്. ആ യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിമിഷത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന കാഴ്ച അർജുനെയും തോളിലേറ്റി നേവിയുടെ സ്കൂബ ഡൈവർ ഉയർന്നു പോകുന്ന കാഴ്ചയാണ്. ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവനെയും ഉയർത്തിയെടുത്തു വരുന്ന കാഴ്ച. ഇപ്പോൾ കാൽവാർ റെയിൽവേ സ്റ്റേഷനിൽ അല്പസമയത്തിനുള്ളിൽ ഒരു 14 മിനിറ്റ് മാത്രമാണ്. ഇപ്പോൾ രാജധാനി ട്രെയിൻ വൈകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 10 മണിയാവും അല്ലേ? അല്പ വൈകുന്നുണ്ട്. എനിക്കൊന്നൊരു 12 മിനിറ്റോളം വൈകിയാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 9:40 എത്തേണ്ട ട്രെയിനാണ്. 10 മണിയോടുകൂടി മാത്രമേ കാർവാറിൽ എത്തുകയുള്ളൂ. 10 മണിക്ക് എത്തിയാൽ 1.5 മണിക്കൂർ സമയം, നമ്മൾ മിനിമം 1.5 മണിക്കൂർ സമയമെടുക്കും. ട്രാഫിക്കുള്ള റോഡാണ്, പലവേൽ കൊച്ചി ഹൈവേ ആണ്, നാഷണൽ 66 ആണ്. കാർവാറിൽ നിന്ന് വരുന്ന റോഡുകൾ പലതും ഇടുങ്ങിയതാണ്. ചെറിയ ഈ മലയടിവാരങ്ങളിലൂടെ പോകുന്ന പ്രദേശങ്ങളുണ്ട്. അതായത് മലമ്പാത പോലുമുണ്ട്. ഒരു വളവുകളുള്ള വളരെ ദുർഘടമായ പാതയുണ്ട്. ആ വഴി ഞങ്ങൾ എല്ലാവരും സഞ്ചരിച്ച വഴിയുമാണ്. അപ്പോൾ വാഹനം അവിടെ എത്തുമ്പോൾ 1.5 മണിക്കൂർ വൈകിയാൽ 10 മണിക്കെത്തിയാൽ 11:30 ഷെഡ്യൂളിൽ മാക്സിമം സ്പീഡിൽ എത്തിച്ചാൽ പോലും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഉച്ചയോടുകൂടിയായിരിക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നേരത്തെ 12 എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ട്രെയിൻ വൈകി എന്നുള്ളത് കൊണ്ട് തന്നെ 1 മണിയോട് കൂടി മാത്രമായിരിക്കും ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കുക. ആ തെരച്ചിലിന് ശേഷമായിരിക്കും കൂടുതൽ സിഗ്നലുകൾ കിട്ടി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം, ഈ ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിന് ശേഷമായിരിക്കും കൂടുതൽ സ്കൂബ വിദഗ്ധർ അങ്ങോട്ട് പോയി ഡൈവ് ചെയ്യുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. നേവിയുടെ റഡാർ സിഗ്നൽ ഉപയോഗിച്ചുള്ള സ്ഥലത്ത് ഇപ്പോൾ ലൊക്കേഷൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലോറി തന്നെയാണ്. ഇത് ഒരിക്കൽ കൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. അത് ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിലൂടെ ആയിരിക്കും അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുക. ഇപ്പോൾ ആ പ്രേക്ഷകർ കാണുന്നത് ആ കരയുടെ ഭാഗത്ത് പുഴയുടെ വക്കിലുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവർ ബെഡ് ഒരുക്കും എന്നാണ്. അതെ, റിവർ ബെഡ് ഒരുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചെറിയ ബാസ്ക്കറ്റാണ് ഈ മെഷീന്റെ. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് മണ്ണെടുത്ത് മുകളിലേക്ക് ഇട്ട് വളരെ സാധാരണ, മുകളിൽ നിന്ന് മണ്ണിടിച്ച് താഴേക്ക് ഇറക്കാൻ കഴിയില്ല. മുകളിൽ നിന്ന് പുഴയിൽ നിന്ന് മണ്ണെടുത്ത് അത് കരയിലിട്ട് ഒരു റിവർ ബെഡ് ഒരുക്കണം. പക്ഷെ ശ്രമകരമായ പണിയാണ്. പ്രേക്ഷകർക്കറിയാം, അതിന്റെ ബക്കറ്റിൽ പോരുന്ന മണ്ണിന്റെ ക്വാണ്ടിറ്റി വളരെ ചെറുതുമാണ്. അതിനുശേഷമായിരിക്കും റിവർ ബെഡ് ഒരുക്കിയതിനു ശേഷമേ അതിന് താഴേക്ക് ഇറങ്ങാൻ സാധിക്കൂ. ഇപ്പോൾ തന്നെ വളരെ അഡ്വഞ്ചറസ് ആയ ഒരു ആക്ടിവിറ്റിയാണ് അത് ചെയ്യുന്നത്. മണ്ണ് അവിടേക്ക് ഇടുന്നത് ആ റിവർ ബെഡ് ഒരുക്കാൻ കൂടി വേണ്ടിയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആ മെഷീൻ കൊണ്ടുവന്നത് കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു സാധ്യത കണ്ടത്. ടയർ പോലെയുള്ള ഭാഗങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ അപ്പോഴും ലോറി ആ മണ്ണിനടിയിലുണ്ടോ എന്ന സംശയം, ആ സംശയം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് റഡാർ മെഷീനുള്ള സിഗ്നൽ സ്ഥിരീകരിച്ചത്. അത് റോഡിന്റെ തീരത്തല്ല, പകരമുള്ളത് പുഴയിൽ തന്നെയാണ്, ഇൻ ദ വാട്ടർ എന്നുള്ളത് സ്ഥിരീകരിച്ചത്. 20 മീറ്റർ അകലെയാണ് ഇപ്പോൾ ലോറിയുടെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 114 മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മളുടെ ഇപ്പോൾ ഇത് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്ന് അഭിലാഷിലേക്ക് പോയി വരാം. അഭിലാഷ, ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? ഇപ്പോൾ ആ മെഷീൻ എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെ?
ഈ എക്സ്കവേറ്ററിന്റെ ഓപ്പറേറ്റർക്ക് കരസേന ഉദ്യോഗസ്ഥർ ഏതോ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ തൽക്കാലത്തേക്ക് ഈ പ്രവൃത്തി നിർത്തിവെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ റിവർ ബെഡ് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം അത് ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. കരസേന ഉദ്യോഗസ്ഥൻ അവർക്ക് നിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെയായിരിക്കും. കാരണം മറ്റൊന്ന്, കൂടുതൽ ജോലിക്കാരും ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. ഏതാണ്ട് 9 മണിയോട് കൂടിയായിരിക്കും അവരെത്തുക, 10 മണിയോട് കൂടിയായിരിക്കും അവരെത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും 11 മണിയോട് കൂടി തന്നെയാണ് ഡ്രോൺ ബേസ്ഡ് സംവിധാനം ഇവിടേക്ക് എത്തിക്കോ. ഒരു പക്ഷേ ഈ ദൗത്യം അതിന് ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതിലൊരു ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്. അഭിലാഷ്, 11 മണിയോടുകൂടി മെഷീൻ എത്തില്ല. 10 മണിയോടുകൂടി കാർവാറിൽ എത്തിയാൽ 11:30 കഴിയും മെഷീൻ ഷുഡ്യൂളിലെത്താൻ. നമ്മൾ ഇന്ദ്രപാലനോട് സംസാരിച്ചപ്പോൾ ഇന്ദ്രപാലൻ സാറ് പറഞ്ഞത് ഒരു 1.5 മണിക്കൂറോളം എടുക്കും ആ മെഷീൻ സെറ്റ് ചെയ്തിറക്കാൻ. മിനിമം 1 മണിക്കൂറെങ്കിലും അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 12 മണിയോടുകൂടി മാത്രമേ 11:30 എത്തിയാൽ 12:30 മാത്രമേ